ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെയാണ് ഞാൻ വന്നേക്കുന്നത്. വീട്ടിൽ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ മുഴുവനായിട്ടും കാണുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു 8-10 നമ്മുടെ ബ്രെഡ് എടുത്തിട്ട് ഞാൻ സൈഡ് കളഞ്ഞെടുക്കുവാണ്. പക്ഷേ സൈഡ് കളഞ്ഞാൽ നമുക്ക് കളയണ്ട, അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പം ആദ്യം നമ്മൾ ബ്രെഡിൻ്റെ ആ വെള്ള പോർഷൻ ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. അത്രയും നമ്മൾ പൊടിച്ചെടുക്കുവാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കളഞ്ഞു വെച്ചേക്കുന്ന സൈഡ് ഭാഗവും കൂടി നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇത് നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്, കളയേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കേണ്ട സാധനമൊന്നുമല്ല, നമുക്ക് മാവിൻ്റെ കൂടെ ചേർക്കേണ്ടത്. അപ്പം ഞാൻ 1 കപ്പ് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ പൊടിച്ച് വെച്ച കറുത്ത ഭാഗമില്ലേ, അത് മുഴുവനായിട്ട് നമ്മളിതിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വൈറ്റ് പോർഷൻ കുറച്ച് മാത്രമേ ഞാൻ ചേർക്കണുള്ളൂ. ബാക്കി നമുക്ക് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം കുറച്ച് ഇതിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും, അതൊന്ന് എന്താ പറയുക, ക്രിസ്പി ആയിട്ട് വരാനാണ് കേട്ടോ. 1 നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഒരുപാട് ഒഴിക്കേണ്ട, 1 ടീസ്പൂൺ മതി കേട്ടോ. ഞാൻ 1 ടീസ്പൂണോളം എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് വെള്ളം തന്നെ മതി, കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്താൽ മതി. പിന്നെ പാലിൽ കുഴച്ചെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷെ ഞാൻ പാലിൽ കുഴയ്ക്കുന്നില്ല, നല്ല ചൂടാക്കി തണുപ്പിച്ച വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് പച്ച വെള്ളം എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ചപ്പാത്തിയുടെ ആ ഒരു പരുവത്തിന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ, റിഫൈനഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഓയിലും മതി, ഒന്ന് പുരട്ടിയിട്ട് കുറച്ച് സമയം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ സമയത്ത് നമുക്ക് വേറൊരു പരിപാടിയുണ്ട്, ഇതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കണം. അപ്പോൾ ഫില്ലിങ് എന്തൊക്കെ വേണം നമുക്ക് ആദ്യം നോക്കാം അല്ലേ. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 3 മുട്ട നന്നായിട്ട് പുഴുങ്ങിയിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്തേക്കുവാണ്. പിന്നെ ഞാൻ 2 വലിയ സബോളയാണ് എടുത്തേക്കുന്നത്. ചെറിയ സബോള ആണെങ്കിൽ അതിന് ഇച്ചിരി ഒരു 3 എണ്ണമൊക്കെ എടുത്തിട്ട് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. 1 പച്ചമുളക് ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കണേ. അപ്പോൾ ആദ്യം ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ സബോള ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം, എണ്ണയിലൊന്ന്. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരുപാടാകരുത് കേട്ടോ. അകത്തെ ഫില്ലിങ്ങും പുറത്തെല്ലാം കൂടി ഉപ്പായി കഴിഞ്ഞാൽ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഉപ്പൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചപ്പ് മാറാനായിട്ടാണ്. ഇപ്പോഴേ ഇട്ടാൽ ആ ഒരു പച്ചപ്പ് മാറി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത്, നമ്മുടെ ഈ ഉള്ളീനെ. അല്ലാണ്ട് നമ്മൾ ഇതിലിട്ട് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുന്നതല്ല. അപ്പം അതുകൊണ്ടാണ് ഇപ്പം തന്നെ എല്ലാം ഇതും ചേർത്തത്, എല്ലാ അരപ്പും. കാരണം അതൊന്ന് പിടിച്ച് വരണമല്ലോ. അപ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് നല്ലവണ്ണം വേവിച്ചെടുക്കുക. പിന്നെ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞ് പേടിക്കേണ്ട, നമ്മൾ വേവിച്ചെടുത്തിട്ട് നല്ല പറ്റിച്ച് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഫില്ലിങ് കറക്റ്റായിട്ട് തന്നെ വരും. ഒന്ന് അടച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്, നമ്മുടെ ഉള്ളിയൊക്കെ വെന്തിട്ടുണ്ട്, കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് പറ്റിച്ചെടുക്കാം. ഉള്ളിയൊക്കെ പറ്റിച്ച് നല്ല വെള്ളം പറ്റിച്ചെടുത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ മുട്ട ഇട്ട് കൊടുക്കാം. മുട്ടയും കൂടെ മുട്ട ഇട്ടിട്ട് ഒരുപാട് അങ്ങ് വേവിക്കൊന്നും വേണ്ട. ഇതൊന്ന് ജസ്റ്റ് ഇതിലൊന്ന് ചേർത്ത് ഇളക്കിയാലും മതി. മുട്ട ഒന്ന് മിക്സ് ആക്കിയാൽ മാത്രം മതി. അപ്പം നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അടുത്ത പരിപാടി തുടങ്ങാം. അപ്പോൾ ഇവിടെ നമ്മുടെ
റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാവ് നല്ലവണ്ണം പരുവായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഞാനിതിന് ചെറിയ ബോൾസ് ആക്കി നമ്മുടെ ചപ്പാത്തി പലകയിൽ വെച്ചിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. കുറച്ച് പൊടിയൊക്കെ തൂക്കി കൊടുത്തിട്ട്. നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പിലിട്ട് വേണമെങ്കിലും പരത്തിയെടുക്കാം. ഒരുപാട് വലുതാക്കണ്ട, പക്ഷെ ചെറിയ ബോൾസ് എടുക്കണം കേട്ടോ. ഇച്ചിരി നമ്മൾ ചപ്പാത്തിയുടെ പാകത്തിനാണ്, നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന ആ പാകത്തിന് നമ്മൾ പരത്തിയെടുക്കുന്നത്. ഒരുപാട് തിക്കാക്കുകയും വേണ്ട, പക്ഷെ ഒരുപാട് തിന്നാക്കുകയും വേണ്ട. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമ്മൾ നല്ല ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കുക. ഉരുട്ടി നല്ല കയ്യിൽ വെച്ച് പിടിച്ചിട്ട് പൊട്ടിയൊന്നും പോകത്തില്ല. നമ്മുടെ മാവൊക്കെ ഉള്ളതല്ലേ, അപ്പം നല്ല വണ്ണം റൗണ്ട് ഷേപ്പിന് തന്നെ നമ്മൾ പിടിച്ചെടുക്കുക. അപ്പം ഇനിയുള്ള പോർഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മളിതിന് ബ്രെഡ് ക്രംസിൽ മുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ മുട്ട ഉണ്ടെങ്കിൽ മുട്ടയുടെ വെള്ളം എടുത്ത് തന്നെ നമ്മൾ ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് നമ്മുടെ ഈ ബോളിനെ ഒന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കുക. എൻ്റെ കയ്യിൽ മുട്ട ഇല്ലാത്തത് കൊണ്ട് ഇനി കുറച്ച് വെള്ളം ഒന്ന് തുടച്ചിട്ട് അത് ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുക്കുവാണ് കേട്ടോ. ഇതുമാതിരി തന്നെ എല്ലാം ഇതുപോലെ ചെയ്യുക. ആദ്യം ഒന്ന് ചെറിയ ബോൾസ് ആക്കുക, പിന്നെ പരത്തിയെടുക്കുക, ഫില്ലിങ് വെക്കുക. മുട്ട ഉണ്ടെങ്കിൽ മുട്ടയുടെ വെള്ളയിലൊന്ന് ഫില്ലിങ് വെച്ച് ഉരുട്ടിയെടുത്ത ആ ബോളിനെ നമ്മൾ മുട്ടയുടെ വെള്ളയിലൊന്ന് മുക്കിയിട്ട് അതിനെ ഒന്ന് ബ്രെഡ് ക്രംസ് കൊണ്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കുക. മുട്ട ഇല്ല എങ്കിൽ നമ്മൾ സാധാരണ പച്ച വെള്ളം തന്നെ അതിൽ അതിനിട്ടങ്ങ് മുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് നമ്മുടെ കയ്യിലൊന്ന് തൂത്ത് ബോളിലോട്ടൊന്ന് തൂത്ത് കൊടുത്താൽ മാത്രം മതി. അല്ലാണ്ട് ഒരുപാട് വെള്ളം അങ്ങ് എടുത്ത് ഒഴിച്ച് അല്ലെങ്കിൽ മുക്കിയൊന്നും എടുക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇപ്പോൾ വീണ്ടും നമ്മുടെ ബോൾ റെഡി ആയിട്ടുണ്ട്. വെള്ളം ഒരിച്ചിരി വെള്ളം നമ്മുടെ കയ്യിൽ പറ്റിക്കുക. എന്നിട്ട് നമ്മളതിനെ ആ ബോളിലൊന്ന് തേച്ച് കൊടുക്കുക, തേച്ച് പിടിപ്പിക്കുക. കണ്ടോ, ഇങ്ങനെ ചെയ്താൽ മതി. അല്ലാണ്ട് വെള്ളത്തിലെടുത്ത് മുക്കുകയൊന്നും വേണ്ട. ഞാൻ വെള്ളത്തിൽ മുക്കിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ബ്രെഡ് ക്രംസിൽ മുക്കുക, കോട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് എണ്ണ മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഒരുപാട് എണ്ണയ്ക്ക് അകത്തിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല. ഡീപ്പ് ഫ്രൈ ചെയ്യുന്നത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല. എനിക്ക് ഒരുപാട് എണ്ണയിൽ കിടന്ന് കഴിക്കുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഞാനിതിങ്ങനെ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം 4 ഭാഗവും ഇങ്ങനെ ഇച്ചിരി ഒന്ന് മൂക്കുമ്പോഴേക്കും ചരിച്ചിട്ട് കൊടുത്തുണ്ടോ, ആ മൂക്കുന്ന ഭാഗം ചരിച്ചിട്ട് കൊടുത്ത് മറിച്ചിട്ട് കൊടുത്ത് നമ്മൾ മൂപ്പിച്ചെടുത്താലും മതി. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടേ ചെയ്യാവൂ. ഹൈ ഫ്ലെയിമോ മീഡിയമോ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ബ്രെഡ് ക്രംസ് ഒക്കെ ഉള്ളതല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യാം. പിന്നെ എണ്ണ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഒത്തിരി എണ്ണ ഈ ഒരു ബോൾ മുങ്ങാൻ പാകത്തിന് എണ്ണ ഒഴിച്ച് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നവർ ഒത്തിരി എണ്ണ എടുത്ത് അതിൽ ഇത് മുങ്ങി കിടക്കുന്ന പാകത്തിന് ചെയ്യാം. അപ്പോൾ ബാക്കി കൂടെ ഞാനിങ്ങനെ പൊരിച്ചെടുക്കുവാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും, അതിലൊന്നും ഒരു സംശയമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിൻ്റെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, ഇനിയും എൻ്റെ വീഡിയോസ് കാണണമെന്ന് താല്പര്യമുള്ളവർ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് ആൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ വീഡിയോ കാണുകയും ചെയ്യാം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.